ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി ചോലെ മസാലയാണ്. ചോലെ മസാല ഉണ്ടാക്കാൻ എടുത്തത് 1/2 കിലോ വെള്ളക്കടലയാണ്. ഈ കടല ആദ്യം കഴുകിയ ശേഷം വെള്ളം ഊറ്റിക്കളഞ്ഞ് വീണ്ടും വെള്ളമൊഴിച്ച് 7-8 മണിക്കൂർ കുതിർത്താൻ വയ്ക്കുക. ഈ കുതിർന്ന കടല കുക്കറിലിട്ട് കുറച്ച് ഉപ്പിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കടല വേകാൻ പാകത്തിൽ വെള്ളം ഒഴിച്ച് കുക്കർ മൂടി വയ്ക്കുക. 4-5 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യണം. കടല വേകുന്ന സമയം കൊണ്ട് അതിന് വേണ്ട മസാല റെഡിയാക്കാം. മസാല തയ്യാറാക്കാൻ വേണ്ടത് 4-5 ചെറിയ ഉള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, എരിവിന് അനുസരിച്ച് കുരുമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ പീസ് പട്ട, 2-3 ഗ്രാമ്പു. മിക്സിയുടെ ജാറിലാണ് ഇതൊക്കെ അരച്ചെടുക്കേണ്ടത്. ഇതിൻ്റെ കൂടെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. വിസിൽ പോയ ശേഷം ലിഡ് മാറ്റുക. കടല നല്ലപോലെ വെന്തിട്ടുണ്ട്. അടുത്തതായി നമ്മൾ ചെയ്യുന്നത് ഒരു കടായിലേക്ക് 2-3 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് എണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ ജീരകം, പൊടിയായി അരിഞ്ഞ ഒരു സവാള, 2-3 ബേ ലീഫ് ഇട്ട് നന്നായി ഇളക്കുക. ഉള്ളി ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ അരച്ചു വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ചേർക്കുക. ഈ മസാലക്കൂട്ടുകൾ കരിയാതെ ലോ ഫ്ലെയിമിൽ നന്നായി മൂപ്പിച്ച് എടുക്കുക. അതിനുശേഷം 1-2 തക്കാളി ചെറുതായി മുറിച്ച് ഇതിലേക്ക് ചേർക്കുക. ചെറിയ തക്കാളി ആണെങ്കിൽ 2 എണ്ണം, വലുതാണെങ്കിൽ 1 മതി. ഇതെല്ലാം കൂട്ടി നന്നായി വഴറ്റിയ ശേഷം 1 നുള്ള് കായപ്പൊടി ചേർക്കുക. ഈ മസാലയിലത്തെ എണ്ണ വിട്ട് വരുമ്പോൾ നമ്മൾ വേവിച്ച കടല ഇതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. വെള്ളക്കടല വേവിക്കാനെടുത്ത വെള്ളം ബാക്കിയുണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിക്കാം. ഇല്ലെങ്കിൽ നോർമൽ വാട്ടർ ആഡ് ചെയ്യണം. ഉപ്പ് ആദ്യം കടല വേവിക്കുമ്പോൾ ചേർത്തിയത് വളരെ കുറച്ചാണ്.
അതുകൊണ്ട് വീണ്ടും കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായി യോജിപ്പിച്ച് 2-3 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. മസാലയും കടലയും ഒന്ന് യോജിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ അടച്ചു വെച്ച് വേവിക്കുന്നത്. പിന്നീട് 2-3 ടീസ്പൂൺ ചന മസാല ചേർത്ത് നന്നായി ഇളക്കുക. ഇതിലേക്ക് ബട്ടറും വേണമെങ്കിൽ ചേർക്കാം. ലാസ്റ്റ്ലി മല്ലിയില ഇഷ്ടമുള്ളവർക്ക് ഇത് ചേർത്ത് ഭട്ടൂരയോ ചപ്പാത്തിയോ പൂരിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്.